ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മെയ് 18 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചു. പാലക്കാടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത്. 41.8 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഏപ്രിൽ 27 പാലക്കാട് അനുഭവപ്പെട്ടത്. ഇതോടെ കേരളം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ആദ്യമായി ഇടം നേടി. ശരാശരി താപനില 4.5 ഡിഗ്രി കൂടുക സംസ്ഥാനത്തെ 2 വ്യത്യസ്ത കാലാവസ്ഥാ നിരീക്ഷണ മാപ്പിനികളിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് തുടർച്ചയായി ഏതാനും ദിവസം രേഖപ്പെടുത്തുക എന്നിവയാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡങ്ങൾ. പാലക്കാടിനു പുറമെ മറ്റ് ജില്ലകളിലും സമാന സാഹചര്യം അനുഭവപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവള ടെർമിനലിന്റെ നിർമ്മാണം ദുബായിൽ ആരംഭിച്ചു. പുതിയ ടെർമിനലിന് നിലവിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തേക്കാൾ 5 ഇരട്ടി വലിപ്പമുണ്ടാവും. പ്രതിവർഷം 260 ദശലക്ഷം യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ളതാവും പുതിയ വിമാനത്താവളം. വിമാനത്താവളത്തോട് ചേർന്ന് പുതിയ നഗരവും നിർമ്മിക്കുന്നുണ്ട്. വിമാനത്താവളത്തിൽ 400 എയർക്രാഫ്റ്റ് ഗേറ്റുകളും 5 സമാന്തര റൺവേകളും ഉണ്ടാവും. 2.9 ലക്ഷം കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി ഫ്രാൻസിലെ സ്ട്രാസ്ബൂർഗിനെ യുനെസ്കോ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം, സുരക്ഷ എന്നിവയുടെ ഉന്നമനത്തിനായി നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. വായന വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് നഗരങ്ങൾ ചെയ്യേണ്ടത്. മനുഷ്യരുമായി സ്റ്റാർലൈൻ നടത്തുന്ന ബഹിരാകാശ യാത്രയുടെ ഭാഗമായി ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. ബോയിംഗ് സ്റ്റാർലൈനിന്റെ പരിശീലന യാത്രയിലാണ് സുനിത ഭാഗമായത്. മെയ് 7 US-ലെ കേപ്പ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് യുണൈറ്റഡ് ലോഞ്ച് അലയൻസ് അറ്റ്ലസ് V റോക്കറ്റിലാണ് ദൗത്യസംഘം ബഹിരാകാശത്തേക്ക് യാത്രയായത്. മനുഷ്യരുമായി സ്റ്റാർലൈനർ നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്രയാണിത്. പേടകത്തിന്റെ ക്യാപ്റ്റനാണ് സുനിത. 9 മാസമാണ് ദൗത്യത്തിന്റെ കാലാവധി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി പ്രവർത്തിക്കാൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അനുമതി നൽകി. ഈ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര തുറമുഖമാണ് വിഴിഞ്ഞം. ഇതോടെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞം മാറും. വലിയ കപ്പലുകളിൽ നിന്ന് ചരക്കുകൾ ചെറിയ കപ്പലുകളിലേക്ക് കൈമാറി തുറമുഖത്ത് എത്തിക്കുന്ന നിർണായക കേന്ദ്രങ്ങളെയാണ് ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകൾ എന്ന് പറയുന്നത്. ചന്ദ്രന്റെ ധ്രുവപ്രദേശങ്ങളിൽ കൂടുതൽ ജലമുണ്ടാവാൻ സാധ്യതയെന്ന് പഠനം. ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിൽ IIT കാൺപൂർ, IIT ധൻബാദ്, സദേൺ കാലിഫോർണിയ സർവകലാശാല, ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പഠനം നടത്തിയത്. നാസയുടെ ലൂണാർ റെക്കഗ്നൈസൻസ് ഓർബിറ്റലിലെ റഡാർ, ലേസർ, ന്യൂട്രൺ സ്പേസ് സ്പെക്ട്രോമീറ്റർ എന്നിവയുൾപ്പെടുന്ന 7 ഉപകരണങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് പഠനത്തിനായി ഉപയോഗിച്ചത്. രാജാ രവിവർമ്മ വരച്ച മോഹിനി എന്ന ചിത്രത്തിന് ലേലത്തിലൂടെ 17 കോടി രൂപ ലഭിച്ചു. 36.5 ഇഞ്ച് നീളവും 24.5 ഇഞ്ച് വീതിയുമുള്ള എണ്ണച്ചായ ചിത്രമാണിത്. കാമുകന്റെ വരവും പ്രതീക്ഷിച്ച് ഊഞ്ഞാലാടുന്ന യുവതിയുടെ ചിത്രമാണ് മോഹിനി. നർത്തകിയും പാട്ടുകാരിയുമായ അഞ്ജനി ബായ്
മൽപക്കർ ആണ് മോഹിനിക്ക് മോഡലായത്. തമിഴ് പിന്നണി ഗായിക ഉമാ രമണൻ അന്തരിച്ചു. 1977 പുറത്തിറങ്ങിയ ശ്രീകൃഷ്ണ ലീലയാണ് ആദ്യ ചിത്രം. ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ നിരവധി ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്. പൂങ്കതവേ താഴ്ന്നിറവ എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 6000-ലേറെ വേദികളിൽ കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. വിവിധ ഭാഷകളിലായി 500-ലേറെ സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. കർണാടക സംഗീതജ്ഞനും സംഗീത അധ്യാപകനുമായ മങ്ങാട് കെ നടേശൻ അന്തരിച്ചു. ശെമ്മാങ്കുണ്ടി ശ്രീനിവാസ അയ്യർ അടക്കമുള്ള ഗുരുനാഥന്മാരിൽ നിന്ന് സംഗീതം അഭ്യസിച്ചു. ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്വാതി സംഗീത പുരസ്കാരം, ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പെ പുരസ്കാരം, സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ്, കലാരത്ന പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിഖ്യാത അമേരിക്കൻ നോവലിസ്റ്റും സംവിധായകനുമായ പോൾ ഓസ്റ്റർ അന്തരിച്ചു. മൂൺ പ്ലേസ്, ദ മ്യൂസിക് ഓഫ് ചാൻസ്, ദ ബുക്ക് ഓഫ് ഇല്യൂഷൻസ് തുടങ്ങിയ കൃതികൾ രചിച്ചു. വാഗമൺ മലനിരകളിൽ നിന്ന് പുതിയ ഇനം സസ്യത്തെ കണ്ടെത്തി. കുറ്റിപ്പാണലിന്റെ ജനുസിൽപ്പെട്ട സസ്യത്തിന് ലിസ്റ്റിയ വാഗമണിക്ക എന്നാണ് ശാസ്ത്രീയ നാമം നൽകിയത്. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ വാഗമൺ മലനിരകളിലെ നിത്യഹരിത വനങ്ങളിലാണ് ഈ സസ്യത്തെ കാണാൻ സാധിക്കുക. ഗുജറാത്തിലെ ബെന്നി സമതലത്തിൽ 1000 വർഷങ്ങൾക്ക് മുൻപ് ഉൽക്കാപതനത്തെ തുടർന്ന് രൂപപ്പെട്ട ഗർത്തം നാസയുടെ ലാൻഡ്സാറ്റ് ഉപഗ്രഹം കണ്ടെത്തി. ലൂണ ഇംപാക്ട് ക്രേറ്റർ എന്നാണ് ഗർത്തത്തിന് നൽകിയിരിക്കുന്ന പേര്. സമീപത്തുള്ള ഗ്രാമത്തിന്റെ പേരാണ് ഗർത്തത്തിന് നൽകിയത്. 1.8 കിലോമീറ്റർ വ്യാസമുള്ള ഗർത്തത്തിന് 20 അടി താഴ്ചയുണ്ട്. 2024-ലെ T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി. ഉത്തരം സഞ്ജു സാംസൺ. 2025-ലെ ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ഉത്തരം ഇന്ത്യ. 2024-ലെ ഗോൾഡ്സ്മാൻ എൻവയറമെന്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ. ഉത്തരം അലോക് ശുക്ല. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പുതിയ കറൻസി അവതരിപ്പിച്ച രാജ്യം. ഉത്തരം സിംബാബ്വെ. 2023-24 സാമ്പത്തിക വർഷം യാത്രാ വരുമാനത്തിൽ വർധനയോടെ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ. ഉത്തരം തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ മണ്ഡപം തീരത്ത് നിന്ന് കണ്ടെത്തിയ പുതിയ ജലകരടിക്ക് നൽകിയ പേര്. ഉത്തരം ബാറ്റിലിപ്സ് ചന്ദ്രയാനി. 2024 ഏപ്രിലിൽ സ്വവർഗ രതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യം. ഉത്തരം ഇറാഖ്. ഇതോടെ 2024 മെയ് 18 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.